ഏഷ്യാകപ്പിലെ അവസാന ഗ്രൂപ്പ് മത്സരവും ജയിച്ച് അപരാജിത മുന്നേറ്റത്തോടെ ഇന്ത്യ സൂപ്പർ ഫോറിലേക്ക് ഒരുങ്ങുകയാണ്. ഒമാനെ 21 റൺസിനാണ് ഇന്ത്യ തോൽപ്പിച്ചത്. ഏഷ്യാകപ്പിലെ ആദ്യ ഇന്നിംഗ്സിൽ തന്നെ അർദ്ധ സെഞ്ചുറി നേടി സഞ്ജു സാംസൺ കളിയിലെ താരമായി. നാളെ പാകിസ്ഥാനെതിരെയാണ് സൂപ്പർ ഫോറിൽ ഇന്ത്യയുടെ ആദ്യ മത്സരം. T20 ക്രിക്കറ്റിലെ അപ്രമാദിത്യം ഏഷ്യാകപ്പിലും ഇന്ത്യ തുടരുന്നു. അവസാന ഗ്രൂപ്പ് മത്സരത്തിലും വിജയിച്ച് അപരാജിതരായി സൂപ്പർ ഫോറിലേക്ക്. ഏഷ്യാകപ്പിലെ ഗ്രൂപ്പ് ഘട്ടത്തിൽ ഇന്ത്യ പരീക്ഷിച്ചത് സന്തുലിതമായ ടീമിനെ. ടീമിൽ 8 ബാറ്റിംഗ് ഓപ്ഷനുകളും 8 ബോളിംഗ് ഓപ്ഷനുകളും സ്പിന്നിനും ഒരേപോലെ പ്രാധാന്യം നൽകിക്കൊണ്ടാണ് ഗൗതം ഗംഭീർ ടീമിനെ കളത്തിലിറക്കിയത്. ടൂർണമെന്റിൽ എതിരാളികളായി ആരുമില്ലാതെയാണ് സൂപ്പർ ഫോറിലേക്ക് ഇന്ത്യ എത്തുന്നത്. കടലാസിലെ പുലികളായി എത്തിയ പാകിസ്ഥാൻ ഇന്ത്യക്ക് മുന്നിൽ ഗ്രൂപ്പ് ഘട്ടത്തിൽ വീണു. സൂപ്പർ ഫോറിലേക്ക് എത്തുമ്പോൾ ഇന്ത്യയുടെ എതിരാളികൾ പാകിസ്ഥാന് പുറമെ ശ്രീലങ്കയും ബംഗ്ലാദേശുമാണ്. ഇരു ടീമിനും പ്രതാപകാലത്തിന്റെ നിഴൽ പോലും ആകാൻ സാധിച്ചിട്ടില്ല. നാളെ പാകിസ്ഥാനെതിരെയാണ് ഇന്ത്യയുടെ സൂപ്പർ ഫോറിലെ ആദ്യ മത്സരം. കുട്ടി ക്രിക്കറ്റിൽ 250 മത്സരത്തിന് ഇറങ്ങിയ ഇന്ത്യ ഒമാനിനെതിരെ ജയം സ്വന്തമാക്കി. 21 റൺസിനാണ് ഒമാനിനെ തോൽപ്പിച്ചത്. ആദ്യം ബാറ്റിംഗിന് ഇറങ്ങിയ ഇന്ത്യക്ക് തുടക്കത്തിൽ പിഴച്ചു. സ്കോർ 6-ൽ നിൽക്കെ ഗിൽ മടങ്ങി. പിന്നാലെ ഏഷ്യാകപ്പിലെ ആദ്യ ഇന്നിംഗ്സിനിറങ്ങിയ സഞ്ജു സാംസൺ അർദ്ധ സെഞ്ചുറിയുമായി കളം വാണു. ഒപ്പം അഭിഷേക് ശർമ്മയും അക്സർ പട്ടേലും തിലക് വർമ്മയും സഞ്ജുവിന് പിന്തുണ നൽകി. മറുപടി ബാറ്റിംഗിൽ ഇന്ത്യ ഉയർത്തിയ 189 റൺസ് വിജയലക്ഷ്യമായി ഇറങ്ങിയ ഒമാനിന് 167 റൺസ് എടുക്കാനേ സാധിച്ചുള്ളൂ. അർദ്ധ സെഞ്ചുറിയുമായി ആമിർ കലീമും ഹമദ് മിർസയും പൊരുതിയെങ്കിലും ലക്ഷ്യത്തിലെത്തിക്കാൻ സാധിച്ചില്ല. ഇന്ത്യക്കായി 8 താരങ്ങൾ പന്തെറിഞ്ഞു. കുൽദീപ് യാദവ്, ഹർഷിത് റാണ, ഹാർദിക് പാണ്ഡ്യ, ഹർഷ്ദീപ് സിംഗ് എന്നിവർ ഓരോ വിക്കറ്റുകൾ നേടി. സൂപ്പർ ഫോറിന് മുന്നോടിയായി ഇന്ത്യക്ക് തയ്യാറെടുക്കാനുള്ള മത്സരം കൂടിയായിരുന്നു ഒമാനിനെതിരെ. അർദ്ധ സെഞ്ചുറി നേടിയ സഞ്ജു സാംസണാണ് കളിയിലെ താരം. സ്പോർട്സ് ഡെസ്ക്, ന്യൂസ് മലയാളം.